യേശു ആരാണ്? യേശു എന്ന നാമം ലോകമെമ്പാടും അറിയപ്പെടുന്നു. ദേവാലയങ്ങളിൽ ഉച്ചരിക്കപ്പെടുന്നു. പുസ്തകങ്ങളിൽ എഴുതപ്പെടുന്നു. ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. എന്നാൽ ഒരു ചോദ്യം കാലാതീതമായി നിലനിൽക്കുന്നു. ബൈബിള് പ്രകാരം യേശു ആരാണ്? ബൈബിള് പ്രകാരം യേശു വിനയത്തിൽ ജനിച്ചു, അനുസരണയിൽ വളർന്നു. സാധാരണ മനുഷ്യരുടെ ഇടയിൽ നടന്നു. അവൻ രോഗികളെ സൗഖ്യമാക്കി. തകർന്ന ഹൃദയങ്ങളെ പുനഃസ്ഥാപിച്ചു. നിരസിക്കപ്പെട്ടവരെ സ്വീകരിച്ചു. എന്നാൽ യേശു മറ്റു ഉപദേശകരെപ്പോലെ സംസാരിച്ചില്ല. അവൻ പറഞ്ഞു, ഞാനാണ് വഴി, സത്യം, ജീവൻ. ബൈബിള് യേശുവിനെ ഒരു കഥയോ ഐതിഹ്യമോ ആയി അവതരിപ്പിക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ജീവിച്ച, ഉപദേശിച്ച, ക്രൂശിക്കപ്പെട്ട, പിന്നീട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയായി തന്നെയാണ്. ക്രിസ്ത്യാനികൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതെന്തുകൊണ്ട്? ക്രിസ്ത്യാനികൾ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് അവൻ പറഞ്ഞ വാക്കുകളാലും അവൻ ചെയ്ത പ്രവൃത്തികളാലുമാണ്. അവൻ പാപങ്ങൾ ക്ഷമിച്ചു. അത് ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അവൻ ആരാധന സ്വീകരിച്ചു. ദൈവത്തെ തന്റെ പിതാവെന്ന് വൈശിഷ്ട്യമുള്ള രീതിയിൽ വിളിച്ചു. അതിലുപരി അവൻ മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പ് ഒരു അത്ഭുതം മാത്രമല്ല, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. യേശു മരണത്തെ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ വാക്കുകൾ സത്യമായിരുന്നു. യേശു പ്രവാചകനോ ഉപദേശകനോ ദൈവമോ? ചിലർ പറയുന്നു യേശു ഒരു പ്രവാചകനാണെന്ന്. ചിലർ പറയുന്നു അവൻ ഒരു മഹാനായ നൈതിക അധ്യാപകനാണെന്ന്. എന്നാൽ യേശു അവിടെ നിർത്താൻ അവസരം നൽകിയില്ല. അവൻ ജീവനും മരണവും സംബന്ധിച്ച അധികാരം അവകാശപ്പെട്ടു. അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിതാവിനോടൊന്നു തന്നെയാണെന്ന് പ്രഖ്യാപിച്ചു. ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ വെറും നല്ല അധ്യാപകൻ മാത്രമാവാൻ കഴിയില്ല. അത് സത്യമല്ലെങ്കിൽ. അതിനാൽ ഒരു ചോദ്യം, മറ്റുള്ളവർ യേശുവിനെക്കുറിച്ച് എന്തു പറയുന്നു എന്നല്ല. ചോദ്യം ഇതാണ്, യേശു തന്നെ താൻ ആരാണെന്ന് പറഞ്ഞു? രാജാതിരാജനായ യേശു. യേശു ഒരു രാജാവാണ്. എന്നാൽ ഈ ലോകത്തിലെ രാജാക്കന്മാരെപ്പോലെയല്ല. അവൻ സ്വർണ്ണ കിരീടം ധരിച്ചില്ല, മുള്ളുകിരീടമാണ് ധരിച്ചത്. അവൻ ബലത്തിലൂടെ ഭരിച്ചില്ല, സ്നേഹത്തിലൂടെയാണ് ഭരിച്ചത്. അവൻ പറഞ്ഞു, എന്റെ രാജ്യം ഈ ലോകത്തിലേതല്ല. അവന്റെ അധികാരം അതിർത്തികളിൽ അവസാനിക്കുന്നില്ല. അവന്റെ രാജത്വം കാലത്തോടൊപ്പം മങ്ങിപ്പോകുന്നില്ല. അവനെ രാജാതിരാജൻ എന്ന് വിളിക്കുന്നത് അവന്റെ രാജത്വം ശാശ്വതമാകുന്നതിനാലാണ്. യേശുവിന്റെ മാനുഷികതയും ദൈവികതയും. യേശു കരഞ്ഞു. അവൻ വിശപ്പു അനുഭവിച്ചു. വേദനയും ദുഃഖവും അനുഭവിച്ചു. അവൻ പൂർണ്ണമായും മനുഷ്യനായിരുന്നു. അതേസമയം അവൻ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, ഭൂതങ്ങളെ ആജ്ഞാപിച്ചു. മരണത്തെ തന്നെ ജയിച്ചു. അവൻ പൂർണ്ണമായും ദൈവവുമായിരുന്നു. യേശുവിൽ ദൈവം അകലെ നിന്നില്ല. ദൈവം അടുത്തുവന്നു. യേശു വെറും ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, വെറും ഒരു ആശയം മാത്രമല്ല. ക്രിസ്ത്യാനികൾക്കായി അവൻ ഭൂമിയിലേക്കിറങ്ങിയ ദൈവമാണ്, മനുഷ്യരോടൊപ്പം നടന്ന് മനുഷ്യരെ രക്ഷിക്കാൻ സ്വജീവൻ തന്നവൻ. യേശു ആരാണ് എന്ന ചോദ്യത്തിന് ബൈബിളിന്റെ ഉത്തരം വ്യക്തമാണ്. അവൻ രക്ഷകനാണ്, കർത്താവാണ്, രാജാതിരാജനാണ്. ഇനി ചോദ്യം, യേശു നിനക്ക് ആരാണ്? കമന്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം.